ഇലക്ഷൻ ഹൈവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ ഹൈവേ ഇന്ന് പരിശോധിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി മണ്ഡലമാണ്. 2G സ്പെക്ട്രം കേസിൽ ജയിൽവാസം അനുഭവിച്ച മുൻ ടെലികോം മന്ത്രി എ രാജയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് തമിഴ്നാട്ടിലെ നീലഗിരി. മലയാളികളുടെ സാന്നിധ്യവും മണ്ഡലത്തിൻ്റെ പ്രത്യേകതയാണ്. കരുണാനിധിയുടെ DMKയും ജയലളിതയുടെ AIADMKയും തമ്മിലാണ് മത്സരം. BJP സ്ഥാനാർത്ഥിയായിരുന്ന ഗുരുമൂർത്തിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെ മണ്ഡലത്തിലെ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ഇല്ലാതായി. വികസന പ്രശ്നങ്ങൾക്കൊപ്പം ഇരുവിഭാഗങ്ങളും നടത്തിയ അഴിമതികളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഊട്ടി, ഗൂഡല്ലൂർ, കൂനൂർ, അവിനാശി, ഭവാനിസാഗർ, മേട്ടുപാളയം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് നീലഗിരി ലോക്സഭാ മണ്ഡലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 11,01,159 വോട്ടർമാരാണ് നീലഗിരി മണ്ഡലത്തിൽ ഉള്ളത്. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 AIADMKയും 2 DMKയും 1 CPIയുമാണ് വിജയിച്ചത്. 1952 മുതൽ 2004 വരെ ജനറൽ മണ്ഡലമായിരുന്ന നീലഗിരിയെ പിന്നീട് SC സംവരണ മണ്ഡലമാക്കി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് 7 തവണയും BJP DMK എന്നിവർ 2 തവണ വീതവും ADK സ്വതന്ത്ര പാർട്ടി എന്നിവർ ഓരോ തവണയും മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി. DMK സ്ഥാനാർത്ഥിയായ എ രാജയും AIADMK സ്ഥാനാർത്ഥിയായ ഡോക്ടർ ഗോപാലകൃഷ്ണനും തമ്മിലാണ് പ്രധാന മത്സരം. പ്രചാരണ രംഗത്ത് ഇരുവരും ഏറെ മുന്നേറിക്കഴിഞ്ഞു. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണത്തെക്കാൾ തുറന്ന വാഹനങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയുള്ള പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികൾ പ്രാധാന്യം നൽകുന്നത്. BJP സ്ഥാനാർത്ഥിയായിരുന്ന ഗുരുമൂർത്തിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയത് ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാക്കി. കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് അയോഗ്യതയ്ക്ക് കാരണമായത്. ഇതോടെ NDA മുന്നണിയിലുള്ള പാർട്ടികളുടെ നിലപാടുകൾ നീലഗിരി മണ്ഡലത്തിന്റെ ഫലത്തെ കാര്യമായി സ്വാധീനിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി P ഗാന്ധി, BSP സ്ഥാനാർത്ഥിയായി M കല, ആം ആദ്മി സ്ഥാനാർത്ഥിയായി MT റാണി, MMKAയ്ക്ക് വേണ്ടി T ഈശ്വരൻ, RPIAയ്ക്കായി K ഗുണശേഖരൻ, CPIMLനായി P പൊന്നുസ്വാമി എന്നിവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി P സുബ്രഹ്മണ്യനും PP ബാലനും മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ട്. പെരമ്പല്ലൂർ സ്വദേശിയായ ആണ്ടിമുത്തുരാജ എന്ന എ രാജ 2009 നീലഗിരിയിൽ നിന്നാണ് ജനവിധി തേടിയത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ADMKയിലെ C കൃഷ്ണനെ 86,081 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രാജ ലോക്സഭയിലെത്തിയത്. മറ്റു പാർട്ടികളിൽ കാര്യമായി പ്രചാരണ രംഗത്തുള്ളത് കോൺഗ്രസ് ആണ്. 3ാം UPAയ്ക്കായി കോൺഗ്രസ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കാര്യമായ പ്രതിഫലനങ്ങൾ നീലഗിരി മണ്ഡലത്തിൽ കാണാനില്ല. ചെറിയ പാർട്ടികൾ നടത്തുന്ന പ്രചാരണത്തിന്റെ അതേ രീതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി P ഗാന്ധിയും മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ തവണ DMKയുമായി ചേർന്നാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഒറ്റയ്ക്കാണ് ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും CPM നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സ്വന്തമായി സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യത്തിൽ ആരെ പിന്തുണയ്ക്കുമെന്നത് നിർണായകമാണ്. ഗൂഡല്ലൂരിലെ മലയാളികൾക്കിടയിൽ ചെറുതല്ലാത്ത സ്വാധീനം CPMനുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യവും നീലഗിരിയിലുണ്ട്. മറ്റിടങ്ങളിലെ പോലെ തന്നെ മാറ്റത്തിനായി ആഗ്രഹിക്കുന്ന യുവജനതയുടെ വോട്ടിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ. റിട്ടയേർഡ് അധ്യാപികയായ MT റാണിയാണ് നീലഗിരിയിൽ AAP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. നിരവധിയായ പ്രശ്നങ്ങൾ നീലഗിരി മണ്ഡലത്തിലെ വോട്ടർമാർ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി എത്തുന്നത് ഇരുവിഭാഗങ്ങളും നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. 2G സ്പെക്ട്രം കേസാണ് രാജയ്ക്കെതിരായ പ്രചാരണ ആയുധം. ജയലളിതയുടെ 5300 കോടി രൂപയുടെ സ്വത്ത് സമ്പാദനമാണ് DMK ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. DMKയ്ക്കും AIADMKയ്ക്കും ജയസാധ്യത പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് നീലഗിരിയിൽ. വികസന പ്രവർത്തനങ്ങൾ ഏറെ നടത്തിയെന്ന് എ രാജ അവകാശപ്പെടുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളാണ് AIADMK പ്രചാരണത്തിലുടനീളം പറയുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറമായി 2G സ്പെക്ട്രം കേസിൽ ജയിൽവാസം അനുഭവിച്ച എ രാജയും ജയലളിതയും നടത്തിയ അഴിമതി കഥകളാണ് ഇരുവിഭാഗവും വാതോരാതെ പറയുന്നത്. ദേശീയ തലത്തിൽ തന്നെ കുപ്രസിദ്ധി നേടിയ 2G സ്പെക്ട്രം അഴിമതി കേസിൽ ഉൾപ്പെട്ട എ രാജ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയതാണ് നീലഗിരിയെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കിയത്.
2008 വിവിധ ടെലികോം കമ്പനികൾക്കായി 2G ലൈസൻസ് അനധികൃതമായി നൽകിയതിലൂടെ കേന്ദ്ര സർക്കാരിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് കേസ്. എ രാജ ടെലികോം മന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ലൈസൻസ് നൽകിയത്. സംഭവം പുറത്തായതോടെ 2010 നവംബർ 14 രാജ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഇത്തരത്തിൽ നടത്തിയ അഴിമതിയും ഈ കേസിൽ ജയിൽവാസം അനുഭവിച്ചതുമാണ് രാജയ്ക്ക് മണ്ഡലത്തിൽ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി. എന്നാൽ വിവരസാങ്കേതിക വിദ്യയിൽ വലിയൊരു കാൽവെപ്പായി കണക്കാക്കാവുന്ന 2G മൊബൈൽ ഫോണുകളുടെ ഉപയോഗം എ രാജയുടെ പ്രധാന വികസന നേട്ടമായി DMK ഉയർത്തിക്കാട്ടുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ഭരണത്തിൽ കരുണാനിധി നടത്തിയ വികസന പ്രവർത്തനങ്ങളും 2G സ്പെക്ട്രം കേസ് തെരഞ്ഞെടുപ്പിനെ ഒരു രീതിയിലും ബാധിക്കില്ലെന്നാണ് സ്ഥാനാർത്ഥി എ രാജ പറയുന്നത്. ஒரு மிகப்பெரிய பலூனை ஊதி அந்த பலூனை பார்த்து பிரமித்து போனவர்கள் இருந்து கொண்டிருந்த நேரத்தில் இப்போது அதில் ஓட்டை விழுந்து புஸ்வானம் ஆகியிருக்கிறது என்று தலைவர் கலைஞர் குறிப்பிட்டதை போல அந்த வழக்கு இன்னும் தெளிவாக சொல்லுகிறேன். அரசு தரப்பு சாட்சிகள் எல்லாம் முடிந்து சிபிஐ, வருமான வரித்துறை, அமலாக்கத்துறை எல்லோரும் சேர்ந்து என்ன சொல்லி இருக்கிறார்கள் நீதிமன்றத்தில் இருந்தால், ராஜா வீடுகளிலே அண்ணன், தம்பி, அக்கால், தங்கை, உறவினர்கள், நண்பர்கள் எல்லா வீடுகளிலும் 33-35 இடங்களில் சோதனை நடத்தினோம். ஜெயலலிதா சொத்து குவித்திருப்பதை போல ராஜாவிடம் ஒரு பைசா கூட வருமானத்திற்கு அதிகமாக சொத்து கிடையாது என்று சிபிஐ இன்றைக்கு வாக்குமூலம் கொடுத்திருக்கிறது. ஆக நல்ல தீர்ப்பு நீதிமன்றத்திலே வரும். அதற்கு முன்னால் உங்களுடைய தீர்ப்பை அதை காட்டிலும் பெரிய தீர்ப்பாக மதித்துத்தான் உங்கள் முன்னால் இருக்கிறேன். இந்த வழக்கையும் ஒரு காரணமாக காட்டி ஜெயலலிதா ஆட்சி பொறுப்பிற்கு வந்தார். வந்தவர் என்ன சொன்னார்? நான் ஆட்சிக்கு வந்தால் தமிழ்நாட்டில் மின்சார வெட்டே இருக்காதுன்னார். நீலகிரியில மின்சார வெட்டு இல்லாமல் போனதற்கு காரணம் நானும் ராமச்சந்திரனும் கலைஞரிடத்தில் வாங்கிய உத்தரவு இன்றைக்கும் தொடர்கிறது. ஆனால் உங்களுடைய சொந்த ஊர் திருச்சியாக இருக்கலாம், புதுக்கோட்டையாக இருக்கலாம், சிவகங்கையாக இருக்கலாம், பெரம்பலூராக இருக்கலாம், திண்டுக்கலோ, தேனியோ, ஏதோ ஒரு மாவட்டமாக இருக்கலாம். ஆனால் அந்த மாவட்டத்துக்கு போய்விட்டு வந்தா பார்த்திருப்பீங்க 10 மணி நேரம் 12 மணி நேரம் மின்சார வெட்டு. நான் ஆட்சிக்கு வந்தா 6 மாசத்துல சரி பண்ணிடுவேன்னு சொன்னாங்க ஜெயலலிதா. എന്നാൽ 2G സ്പെക്ട്രം വഴി കോടികളുടെ അഴിമതി കാട്ടിയ എ രാജയ്ക്ക് ജയപ്രതീക്ഷ വേണ്ടെന്നാണ് AIADMKയുടെ പ്രതികരണം. അഴിമതിക്കാരനെ ഇനിയും പാർലമെന്റിലേക്ക് അയക്കാൻ ജനങ്ങൾ തയ്യാറാവില്ലെന്നും ഇവർ പറയുന്നു. இன்னும் சொல்ல போனால் இன்றைய தினம் 2G, 3G, 4G என்ற அணைக்கட்டின் மூலம் இந்தியாவிற்கு BSNL என்ற தொலைத்தொடர்புக்கு 45,000 கோடி ரூபாய் லாபம் கிட்டிருக்கின்றது. இதில் இருந்து தெரிகிறது ஒரு குற்றவாளி என்று. போதுமா? ஆகையினாலே நான் ஒரு எளிய வேட்பாளர், அம்மா அவர்கள் ஆசீர்வதிக்கப்பட்ட வேட்பாளர், உங்கள் வீட்டு பிள்ளை, உங்களுக்காக குரல் கொடுப்பேன், நாடாளுமன்றத்தில் குரல் கொடுப்பேன். உங்களுடைய பிரச்சனைகள் எதுவாக இருந்தாலும், செக்ஷன் 17 இருந்தாலும், ஜென்மபூமி பிரச்சனைகளாக இருந்தாலும், தோட்ட தொழிலாளர்கள் பிரச்சனையாக இருந்தாலும், எதுவாக இருந்தாலும் மாண்புமிகு அம்மா அவர்களிடம் எடுத்து சொல்லி நாடாளுமன்றத்திலே குரல் கொடுத்து, உங்களுக்காக குரல் கொடுத்து, உங்களுடைய சேவைகளை நான் நிவர்த்தி செய்து தருவேன். நீங்கள் குறிப்பிட்ட வேளையில் உங்கள் வீட்டு பிள்ளையாக, உங்களுடைய ஊழியனாக, உங்களுடைய தொண்டனாக, ஒருவனாக இருந்தது இந்த மண்ணின் மைந்தன். நான் இறக்குமதி செய்யப்பட்ட வேட்பாளர் அல்ல, உள்ளூர் வேட்பாளர் என்பதை கருத்தில் கொண்டு 2.5 വർഷം കൊണ്ട് ജയലളിത സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ AIADMK സ്ഥാനാർത്ഥിയായ C. ഗോപാലകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലെത്തുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പുണ്ട്. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യ മുഴുവനായിട്ട് പറയുന്നതാണ് എത്ര കോടി റുപ്യ ഇപ്പോൾ എന്ന് വരുന്ന സ്ഥാനാർത്ഥി എത്ര കോടി റുപ്യ ഇവിടെ ലഞ്ചം വാങ്ങിയതും അതിന് ഇന്ത്യ മൊത്തം ജനങ്ങളെ, ഇപ്പോൾ ഒരു തമിഴ്നാടിന് മാത്രമല്ല ഒരു ഇന്ത്യ തന്നെ പണയം വെച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിപ്പോൾ ഇവരെ പാർട്ടിയിലെ ആൾക്കാർ അവർ വരുന്ന ആ ആഘോഷങ്ങൾ കാണിക്കുന്നത്. ജനങ്ങളിൽ എന്തായാലും ജയലളിതൻ്റെ ഒരു ചിഹ്നം അതേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. അതിവിടെ സാധാരണക്കാരെ ജനങ്ങളിലൊക്കെ എല്ലാ രീതിയിലും നോക്കിയാലും നല്ലതേ നടക്കുന്നുള്ളൂ. വിവിധ ഘടകകക്ഷികളുടെ പിന്തുണയാണ് ഇരു സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷ നൽകുന്നത്. നീലഗിരിയിലെ പ്രധാന നിയമസഭാ മണ്ഡലമായ ഗൂഡല്ലൂർ മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയും കൂടിയാണ്. DMKക്കൊപ്പമാണ് മുസ്ലിം ലീഗ് ഇവിടെ. ഗൂഡല്ലൂരിൽ എ രാജയുടെ പ്രചാരണ പരിപാടികളിൽ ലീഗിന്റെ നിറസാന്നിധ്യമുണ്ട്. ജനാധിപത്യ പുരോഗമന മുന്നണിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വിടുതലൈ ചിരത്തയും അതുപോലെ തന്നെ തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സരിക്കുന്ന ഈ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബഹുമാനപ്പെട്ട എ രാജ എന്ന വ്യക്തി. അദ്ദേഹം തീർച്ചയായും ഇത്തവണയും ബഹുഭൂരിപക്ഷത്തോടു കൂടി ഈ മണ്ഡലത്തിൽ നിന്നും 1,00,000-ലേറെ വോട്ടുകൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും തന്നെ ഇല്ല.
കൂടാതെ വിടുതലൈ സിരുത്തൈ, മനിതനേയ മക്കൾ കച്ചി, ദൗലത്ത് ജമാഅത്ത്, പുതിയ തമിഴകം, SDPI, അംബേദ്കർ പീപ്പിൾസ് പാർട്ടി തുടങ്ങിയവ DMKക്ക് പിന്തുണയുമായുണ്ട്. அம்பேத்கர் மக்கள் இயக்கம் தமிழகத்தினரும் நடைபெற்று கொண்டிருக்கின்ற இந்த நாடாளுமன்ற தேர்தலில், நீலகிரி நாடாளுமன்ற தேர்தலில் மரியாதைக்குரிய எங்களுடைய இனமான வேட்பாளர் சகோதரர் ராசா அவர்களுக்கு அம்பேத்கர் மக்களின் சார்பாக வாக்களிக்க நாங்கள் விரும்பி இந்த பகுதி மக்களை நாங்கள் சந்தித்து வருகின்றோம். இந்த பகுதி மக்களை சந்திக்கும் பொழுது மெஜாரிட்டியான பீப்புள்ஸ் எல்லோருமே திராவிட முன்னேற்ற கழகத்தை ஆதரிக்கிறார்கள். ഞങ്ങൾ വികസനങ്ങൾ DMKൻ്റെ ടൈമിലേ ഇവിടെ നടന്നിട്ടുള്ളൂ. ADMKൻ്റെ ടൈമിൽ ഒരു വികസനം നടന്നിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 3 സെൻറ്റിന് പട്ടയം കൊടുത്തത് DMK ആണ്. ADMK അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇപ്പോൾ എത്ര 2.5 കൊല്ലമായി ഭരിക്കുന്നില്ലേ? എന്താ അവർ ചെയ്തിട്ടുള്ള? ഒന്നും ചെയ്തിട്ടില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് റാസേ ചെയ്തിട്ടുള്ളൂ. DMK സർക്കാർ. AIADMK ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അനഭിമതനാണെങ്കിലും AIADMKക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനമാണ് C. ഗോപാലകൃഷ്ണന് വിജയപ്രതീക്ഷ നൽകുന്നത്. ജയലളിത നടത്തിയ വികസനങ്ങൾ മാത്രം മതി ഗോപാലകൃഷ്ണൻ ജയിച്ചു കയറാനെന്ന് പ്രവർത്തകർ പറയുന്നു. വിദ്യാർത്ഥികൾ മുതൽ വയോധികരിൽ വരെ എത്തി നിൽക്കുന്ന ജയലളിത സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രചാരണങ്ങളില്ലാതെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് തിരഞ്ഞെടുപ്പിൽ അനുകൂലമായി മാറും. കുട്ടികൾക്ക് ലാപ്ടോപ്പ്, പിന്നെ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം, മറ്റേ ചെരുപ്പ്, മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും, കല്യാണത്തിന് വിവാഹ മറ്റേ തങ്കത്താലി ഇതൊക്കെ കൊടുത്തും കൊണ്ട്, പിന്നെ മിക്സി, ഗ്രൈൻഡർ, കറണ്ട് അടുപ്പ്, എല്ലാ സംവിധാനങ്ങളും അമ്മ അവർ എല്ലാ ജനങ്ങൾക്കും എത്തിച്ചിട്ടുണ്ട്. എനിക്ക് അമ്മ എല്ലാ ഉപകാരം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കുളികയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മക്കല്ലാണ്ട് വോട്ട് ചെയ്യാനും ആരും ചെയ്യാനില്ല.